നടത്തണമെന്ന വിവേചനത്തിനെതിരെ. ഈ കോടതി മുറിയിൽ തങ്ങി നിൽക്കുന്ന വെള്ള മേധാവിത്വത്തിൻ്റെ അന്തരീക്ഷം എന്നെ അസ്വസ്ഥമാക്കുന്നു. ഇതേ മേധാവിത്വം എൻ്റെ ജനങ്ങളിൽ ഏൽപ്പിച്ച മനുഷ്യവിരുദ്ധമായ ദുർനീതികൾ എന്നെ അസ്വസ്ഥമാക്കുന്നു. ഈ രാജ്യത്തെ പാർലമെന്റ് കാരണമാണ് ഞാൻ വോട്ടവകാശമില്ലാത്തവനായി തീർന്നത് എന്ന് ഞാൻ ഓർക്കുന്നു. ഞങ്ങൾക്ക് ഒരു തുണ്ട് ഭൂമിയില്ല. എന്നിട്ടും ജനങ്ങൾ ദാരിദ്ര്യം കൊണ്ട് പൊറുതിമുട്ടുന്നിടത്തേക്ക് നിർബന്ധപൂർവം ഞങ്ങളെ പറഞ്ഞുവിടുന്നു. അനേകം വർഷങ്ങളായി ഈ രാജ്യത്തെ അനീതികൾക്കും യാതനകൾക്കും കാരണമാകുന്ന അതേ വർണ്ണവിവേചനം നിഷ്പക്ഷമായ ഒരു വിചാരണ എനിക്ക് ലഭ്യമാക്കുമെന്ന് എങ്ങനെ ഉറപ്പിക്കാൻ കഴിയും? നെൽസൺ മണ്ടേലയുടെ പ്രിട്ടോറിയ വിചാരണ, 1962. ദക്ഷിണാഫ്രിക്കയുടെ സ്വാതന്ത്ര്യസമര നായകനായ നെൽസൺ മണ്ടേലയുടെ വാക്കുകളാണ് മുകളിൽ കൊടുത്തിരുന്നത്. ആരാണ് ദക്ഷിണാഫ്രിക്കയിൽ വർണ്ണവിവേചനം നടപ്പിലാക്കിയത്? ഏത് സാഹചര്യത്തിലാണ് നെൽസൺ മണ്ടേലയ്ക്ക് ഇത്തരം ഒരു വിചാരണ നേരിടേണ്ടി വന്നത്? വർണ്ണത്തിൻ്റെ പേരിൽ നൂറ്റാണ്ടുകളോളം അടിച്ചമർത്തൽ നേരിട്ട ദക്ഷിണാഫ്രിക്കൻ ജനതയുടെ വിമോചനത്തിനായി പോരാടിയ വ്യക്തിയാണ് നെൽസൺ മണ്ടേല. സ്വന്തം രാജ്യത്തിൻ്റെയും ജനങ്ങളുടെയും മോചനത്തിനു വേണ്ടി പ്രവർത്തിച്ചതിന് അദ്ദേഹത്തിന് 3 ദശാബ്ദത്തോളം ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നു. ദക്ഷിണാഫ്രിക്കൻ ജനത നേരിട്ട വിവേചനത്തെയും അടിച്ചമർത്തലിനെയും കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഈ രാജ്യത്തിൻ്റെ പ്രത്യേകതകൾ നാം അറിയേണ്ടതുണ്ട്. ദക്ഷിണാഫ്രിക്ക ഏത് വൻകരയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ലോകഭൂപടം നോക്കി കണ്ടെത്തൂ എന്നാണ് പറയുന്നത്. ദക്ഷിണാഫ്രിക്ക. സ്ഥാനം, ഭൂപ്രകൃതി. ആഫ്രിക്കൻ വൻകരയുടെ തെക്കേ അറ്റത്ത് ഇന്ത്യൻ മഹാസമുദ്രവും അറ്റ്ലാന്റിക് സമുദ്രവുമായി അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് ദക്ഷിണാഫ്രിക്ക. ആഫ്രിക്കൻ വൻകരയുടെ തെക്കേ അറ്റത്ത് ഇന്ത്യൻ മഹാസമുദ്രത്തിനും അറ്റ്ലാന്റിക് സമുദ്രത്തിനും അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് ദക്ഷിണാഫ്രിക്ക എന്ന് പറയുന്നത്. വൈവിധ്യമാർന്ന ഭൂപ്രകൃതി, സവിശേഷതകൾ ദക്ഷിണാഫ്രിക്കയുടെ പ്രത്യേകതയാണ്. വിശാലമായ തീരപ്രദേശങ്ങൾ, വിസ്തൃതമായ സമതലങ്ങളും പീഠഭൂമികളും, ഉയർന്ന പർവ്വതനിരകൾ, വൻനദികൾ, വെള്ളച്ചാട്ടങ്ങൾ, വരണ്ട മരുപ്രദേശം തുടങ്ങിയവ ഈ രാജ്യത്തെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നു. ഉൾനാടൻ കൃഷിഭൂമികളിലും ഖനികളിലും നിന്നുള്ള സമ്പത്ത്, കാലാവസ്ഥ, മനുഷ്യസമ്പത്ത് ഇവ യൂറോപ്യരെ ദക്ഷിണാഫ്രിക്കയിൽ ആകർഷിച്ചു. ഇതെല്ലാമാണ് യൂറോപ്യരെ ദക്ഷിണാഫ്രിക്കയിലേക്ക് ആകർഷിച്ചത്. ഉൾനാടൻ കൃഷിഭൂമികളും ഖനികളിൽ നിന്നുള്ള സമ്പത്ത്, കാലാവസ്ഥ, മനുഷ്യസമ്പത്ത്. ഏതെല്ലാം അക്ഷാംശ രേഖാംശങ്ങൾക്കിടയിലാണ് ദക്ഷിണാഫ്രിക്ക സ്ഥിതി ചെയ്യുന്നത്? ദക്ഷിണാഫ്രിക്കയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഏതെല്ലാം? ശുഭപ്രതീക്ഷ മുനമ്പ് ഏതാണ്? ആഫ്രിക്കൻ വൻകരയുടെ തെക്കേ അറ്റത്തായ അറ്റ്ലാന്റിക് സമുദ്രതീരത്ത് സ്ഥിതി ചെയ്യുന്ന ഭൂപ്രദേശമാണ് ശുഭപ്രതീക്ഷ മുനമ്പ് എന്ന് പറയുന്നത്. ആഫ്രിക്കൻ വൻകരയുടെ തെക്കേ അറ്റത്തായി അറ്റ്ലാന്റിക് സമുദ്രതീരത്ത് സ്ഥിതി ചെയ്യുന്ന ഇതാണ് ശുഭപ്രതീക്ഷ മുനമ്പ്. യൂറോപ്യർക്ക് അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ ആഫ്രിക്കൻ വൻകരയെ ചുറ്റി ഇന്ത്യൻ മഹാസമുദ്രത്തിൽ എത്തിയാലേ ഏഷ്യൻ വൻകരകളിലെ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് എത്താൻ കഴിയുമായിരുന്നുള്ളൂ. ഏഷ്യയിലേക്ക് എത്താനുള്ള പ്രതീക്ഷ നൽകുന്നത് എന്ന അർത്ഥത്തിലാണ് ഇവിടം ശുഭപ്രതീക്ഷ മുനമ്പ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഏഷ്യയിലേക്ക് എത്താനുള്ള പ്രതീക്ഷ നൽകുന്നു എന്നതിൻ്റെ അർത്ഥത്തിലാണ് ഇവിടെ ശുഭപ്രതീക്ഷ മുനമ്പ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ്. ആഫ്രിക്കൻ വൻകരയുടെ തെക്കേ അറ്റത്തായി അറ്റ്ലാന്റിക് സമുദ്രതീരത്ത് സ്ഥിതി ചെയ്യുന്ന ഭൂപ്രദേശമാണ് ഈ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് എന്ന് പറയുന്നത്. യൂറോപ്യർക്ക് അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ ആഫ്രിക്കൻ വൻകരയെ ചുറ്റി ഇന്ത്യൻ മഹാസമുദ്രത്തിൽ എത്തിയാലേ ഏഷ്യൻ വൻകരയിലെ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് എത്താൻ കഴിയുകയായിരുന്നുള്ളൂ. ഏഷ്യയിലേക്ക് എത്താനുള്ള ഒരു പ്രതീക്ഷ എന്നതിൻ്റെ അർത്ഥത്തിലാണ് ഇതിനെ ശുഭപ്രതീക്ഷ മുനമ്പ് എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. ദക്ഷിണാഫ്രിക്കയിലെ കോളനിവൽക്കരണം. സാൻ, ഖാരോ തുടങ്ങിയ ജനവിഭാഗങ്ങളായിരുന്നു ദക്ഷിണാഫ്രിക്കയിലെ ആദിമ നിവാസികൾ. സാനും ഖാരോ
എന്ന് പറയുന്ന ജനവിഭാഗങ്ങളായിരുന്നു ദക്ഷിണാഫ്രിക്കയിലെ പ്രധാനപ്പെട്ട ആദിമ നിവാസികളെന്ന് പറയുന്നത്. ആഫ്രിക്കയുടെ മറ്റു പ്രദേശങ്ങളിൽ നിന്ന് എത്തിയ ഗോത്രവിഭാഗക്കാരായിരുന്നു ആദ്യമായി ഇവിടെ സാൻഖോസ തുടങ്ങിയ ജനവിഭാഗങ്ങളായിരുന്നു ദക്ഷിണാഫ്രിക്കയിലെ ആദിമ നിവാസികൾ. ആഫ്രിക്കയുടെ മറ്റു പ്രദേശങ്ങളിൽ നിന്ന് എത്തിയ ഗോത്രവിഭാഗക്കാരായിരുന്നു ആദ്യമായി ഇവിടെ കുടിയേറ്റം നടത്തിയത്. 15-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ യൂറോപ്യർ ദക്ഷിണാഫ്രിക്കയിൽ എത്തിത്തുടങ്ങി. 17-ാം നൂറ്റാണ്ടോടുകൂടി ദക്ഷിണാഫ്രിക്കയിൽ ഡച്ച് സ്വാധീനം ശക്തമാവുകയും കേപ്പ് ടൗൺ എന്ന പ്രദേശം അവരുടെ പ്രധാന കോളനിയായി മാറുകയും ചെയ്തു. 18-ാം നൂറ്റാണ്ടോടെ ബ്രിട്ടീഷുകാർ ദക്ഷിണാഫ്രിക്കയിൽ എത്തിച്ചേർന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കൂടുതൽ പ്രദേശങ്ങൾ സ്വന്തമാക്കുക, ആഫ്രിക്കൻ വൻകരയിലെ അളവറ്റ സമ്പത്ത് കൈക്കലാക്കുക, മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾക്കുമേൽ അധീശത്വം സ്ഥാപിക്കുക, ഏഷ്യ വൻകരയിലേക്കുള്ള സഞ്ചാരത്തിന് ഇടത്താവളമാക്കുക തുടങ്ങിയ ലക്ഷ്യത്തോടെയാണ് ബ്രിട്ടൻ ദക്ഷിണാഫ്രിക്കയെ കോളനിയാക്കാൻ ശ്രമിച്ചത്. എന്താണ് കോളനിവൽക്കരണം എന്ന് വെച്ചാൽ, ഒരു രാജ്യം മറ്റൊരു പ്രദേശത്തിൻ്റെയും അവിടുത്തെ ജനങ്ങളുടെയും മേൽ അധികാരം സ്ഥാപിച്ച് രാഷ്ട്രീയവും സാമൂഹികവും സാമ്പത്തികവും സാംസ്കാരികവുമായ നിയന്ത്രണത്തിൽ കൊണ്ടുവരുന്നതിനെയാണ് കോളനിവൽക്കരണം എന്ന് പറയുന്നത്. ഒരു രാജ്യം മറ്റൊരു പ്രദേശത്തിൻ്റെയും അവിടുത്തെ ജനങ്ങളുടെയും മേൽ അധികാരം സ്ഥാപിച്ച് രാഷ്ട്രീയവും സാമൂഹികവും സാമ്പത്തികവും സാംസ്കാരികവുമായ നിയന്ത്രണത്തിൽ കൊണ്ടുവരുന്നതിനെയാണ് കോളനിവൽക്കരണം എന്ന് പറയുന്നത്. ഇനി ഗ്രേറ്റ് ട്രക്ക് ബൂവറുകൾ. ഗ്രേറ്റ് ട്രക്ക് എന്താണ്? ബൂവറുകൾ എന്താണെന്ന് നോക്കാം. യൂറോപ്പിൽ നിന്ന് ആദ്യം ദക്ഷിണാഫ്രിക്കയിലെത്തിയ നെതർലൻഡ് അഥവാ ഡച്ച്, ഫ്രാൻസ്, ജർമ്മനി തുടങ്ങിയ രാജ്യക്കാരുടെ പിന്മുറക്കാരാണ് ബൂവറുകൾ. അപ്പോൾ ബൂവറുകൾ ആരാണ്? യൂറോപ്പിൽ നിന്ന് ആദ്യം ദക്ഷിണാഫ്രിക്കയിലെത്തിയ നെതർലൻഡ് ഡച്ചുകാരെ പറഞ്ഞാൽ നെതർലൻഡുകാർ, അതുകൊണ്ട് ഫ്രാൻസ്, ജർമ്മനി തുടങ്ങിയ രാജ്യക്കാരുടെ പിന്മുറക്കാരാണ് ബൂവറുകൾ. കൃഷിക്കാരൻ എന്നാണ് ബൂവർ എന്ന ഡച്ച് വാക്കിൻ്റെ അർത്ഥം. പിൽക്കാലത്ത് ഈ ജനവിഭാഗങ്ങൾ ആഫ്രിക്കാനർ എന്നും ഇവരുടെ ഭാഷയും സംസ്കാരവും ആഫ്രിക്കാൻസ് എന്നും അറിയപ്പെട്ടു. ബൂവർ എന്ന പദത്തിൻ്റെ അർത്ഥം കൃഷിക്കാരൻ എന്നാണ്. ഈ വിഭാഗക്കാർ ആഫ്രിക്കാനർ എന്നും ഇവരുടെ ഭാഷയും സംസ്കാരവും ആഫ്രിക്കാൻസ് എന്നും അറിയപ്പെട്ടു. ബ്രിട്ടൻ നടപ്പിലാക്കിയ കോളനിവൽക്കരണ പദ്ധതികൾ ബൂവറുമാരെ എങ്ങനെ ബാധിച്ചുവെന്ന് നോക്കാം. ഡച്ചുകാരിൽ നിന്ന് കേപ്പ് കോളനി പിടിച്ചെടുത്ത ബ്രിട്ടൻ ആ പ്രദേശത്ത് ചില നയങ്ങൾ നടപ്പിലാക്കി. ഡച്ചു ഭാഷയ്ക്ക് ഉപരോധം ഏർപ്പെടുത്തി. ഇംഗ്ലീഷ് കേപ്പ് കോളനിയിലെ ഏക ഭാഷയാക്കി. 19-ാം നൂറ്റാണ്ടിൻ്റെ പകുതിയോടെ ബ്രിട്ടൻ തങ്ങളുടെ കോളനികളിൽ അടിമത്തം നിരോധിച്ചു. അടിമകളെ പ്രയോജനപ്പെടുത്തി കൃഷി നടത്തിയിരുന്ന ബൂവറുകളെ ഇത് പ്രതികൂലമായി ബാധിച്ചു. ബ്രിട്ടൻ നടപ്പിലാക്കിയ ഇത്തരം നയങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കേപ്പ് കോളനിയിൽ നിന്ന് ദക്ഷിണാഫ്രിക്കയുടെ ഉൾപ്രദേശങ്ങളിലേക്ക് ബൂവറുകൾ നടത്തിയ പലായനമാണ് ഗ്രേറ്റ് ട്രക്ക് എന്നറിയപ്പെടുന്നത്. ഗ്രേറ്റ് ട്രക്ക് എന്ന് പറയുന്നത് എന്താണ്? ബ്രിട്ടൻ നടപ്പിലാക്കിയ നയങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കേപ്പ് കോളനിയിൽ നിന്ന് ദക്ഷിണാഫ്രിക്കയുടെ ഉൾപ്രദേശങ്ങളിലേക്ക് ബൂവറുകൾ നടത്തിയ പലായനത്തെയാണ് പറയുന്നത്. ബ്രിട്ടൻ നടത്തിയ കോളനിവൽക്കരണ പദ്ധതികൾ ബൂവറുകളെ എങ്ങനെയൊക്കെയാണ് ബാധിച്ചത്? ഡച്ചുകാരിൽ നിന്ന് കേപ്പ് കോളനി പിടിച്ചെടുത്ത ബ്രിട്ടൻ ആ പ്രദേശത്ത് ചില നയങ്ങൾ നടപ്പിലാക്കി. ഡച്ച് ഭാഷയ്ക്ക് ഉപരോധം ഏർപ്പെടുത്തി. ഇംഗ്ലീഷ് കേപ്പ് കോളനിയിലെ ഏക ഭാഷയാക്കി. 19-ാം നൂറ്റാണ്ടിൻ്റെ പകുതിയോടെ ബ്രിട്ടൻ തങ്ങളുടെ കോളനികളിൽ അടിമത്തം നിരോധിച്ചു. അടിമകളെ പ്രയോജനപ്പെടുത്തി കൃഷി നടത്തിയിരുന്ന ബൂവറുകളെ ഇത് പ്രതികൂലമായി ബാധിച്ചു. ഇതെല്ലാം കാരണമാണ് അവർ പലായനം ചെയ്തത്. ഇതിനെ ഗ്രേറ്റ് ട്രക്ക് എന്ന് പറയുന്നത്. ഗ്രേറ്റ് ട്രക്കിനെ തുടർന്ന് ബൂവറുകൾ ട്രാൻസ്വാൾ, ഓറഞ്ച് ഫ്രീ സ്റ്റേറ്റ്, നേറ്റാൽ എന്നിവിടങ്ങളിൽ റിപ്പബ്ലിക്കുകൾ സ്ഥാപിച്ചു. ഗ്രേറ്റ് ട്രക്കിലൂടെ ഇവരെവിടൊക്കെയാണ് ചെന്നെത്തിയത്? ബൂവറുകൾ ട്രാൻസ്വാൾ, ഓറഞ്ച് ഫ്രീ സ്റ്റേറ്റ്, നേറ്റാൽ എന്നീ സ്ഥലങ്ങളിൽ. ഇവിടെ ഇവർ റിപ്പബ്ലിക്കുകൾ സ്ഥാപിച്ചു. ഇനി അടുത്ത ബൂവർ യുദ്ധങ്ങളാണ്. ദക്ഷിണാഫ്രിക്കയുടെ ചരിത്രം തിരുത്തിയ ബൂവർ യുദ്ധങ്ങൾക്ക് കാരണമായ സാഹചര്യങ്ങൾ എന്തെല്ലാമാണ്? 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ ബൂവർ റിപ്പബ്ലിക്കിൻ്റെ അധീന പ്രദേശങ്ങളിൽ
അവർ ഈ ബൂവർ റിപ്പബ്ലിക് എവിടേക്കാണ് ട്രാൻസ്വാൾ, ഓറഞ്ച് ഫ്രീ സ്റ്റേറ്റ്, നേറ്റാൽ എന്നീ സ്ഥലങ്ങളിലാണ് ഇവർ ഈ ബൂവറുകൾ റിപ്പബ്ലിക്കുകൾ സ്ഥാപിച്ചത്. ഇവിടെ 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ ഈ പ്രദേശങ്ങളിൽ സ്വർണത്തിൻ്റെയും വജ്രത്തിൻ്റെയും ഖനികൾ കണ്ടുപിടിക്കപ്പെട്ടു. ഇതോടെ ലോകത്തിൻ്റെ ഏറ്റവും പ്രധാന സ്വർണ്ണ വജ്ര ഉൽപ്പാദകരായി ദക്ഷിണാഫ്രിക്ക മാറി. ബൂവർ റിപ്പബ്ലിക്കുകളെ ബ്രിട്ടീഷ് കോളനി പ്രദേശങ്ങളോടൊപ്പം കൂട്ടിച്ചേർക്കാൻ ബ്രിട്ടൻ ശ്രമിച്ചതോടെ ബൂവർ യുദ്ധങ്ങൾ ആരംഭിച്ചു. അപ്പോൾ എന്താണ് പറയുന്നത്, ഈ ബൂവർ റിപ്പബ്ലിക്കിൻ്റെ അധീനതയിലുള്ള പ്രദേശങ്ങളിൽ ധാരാളം സ്വർണ്ണ ഖനികളും വജ്രത്തിൻ്റെ ഖനികളും കണ്ടെത്തിയതോടെ ഈ ബ്രിട്ടൻ്റെ കോളനി പ്രദേശങ്ങളോടൊപ്പം ഈ ബൂവറിലെ ഈ റിപ്പബ്ലിക്കൻ അധീന പ്രദേശങ്ങളും കൂടെ കൈക്കലാക്കാൻ ബ്രിട്ടൻ നോക്കി. ഇതിനെ തുടർന്നുണ്ടായ യുദ്ധമാണ് ഈ ബൂവർ യുദ്ധങ്ങൾ എന്ന് പറയുന്നത്. അതിലെ ആദ്യത്തെ യുദ്ധമാണ് ഒന്നാം ബൂവർ യുദ്ധം. കൂടുതൽ പ്രദേശങ്ങളിലേക്ക് ബ്രിട്ടീഷ് ഭരണം വ്യാപിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ബ്രിട്ടൻ ബൂവറുകളിൽ നിന്ന് ആദ്യമേ ട്രാൻസ്വാൾ ആണ് പിടിച്ചെടുത്തത്. ഇതോടെ ഒന്നാം ബൂവർ യുദ്ധം എന്നായിരുന്നു 1880-81 ആരംഭിച്ചു. ഈ പ്രദേശത്തിൽ ഈ യുദ്ധത്തിൽ ബൂവറുകൾ വിജയിക്കുകയാണ് ചെയ്തത്. ട്രാൻസ്വാളും സമീപ പ്രദേശങ്ങളും കൂട്ടിച്ചേർത്ത് ദക്ഷിണാഫ്രിക്കൻ റിപ്പബ്ലിക്ക് രൂപീകരിച്ചു. അതായത് ഒന്നാം ബൂവർ യുദ്ധത്തിൽ ട്രാൻസ്വാൾ പിടിച്ചെടുക്കുകയാണ് ഈ ബ്രിട്ടൻ ആദ്യമേ ചെയ്തത്. ഇതോടെ ഒന്നാം ബൂവർ യുദ്ധം ആരംഭിച്ചു. ഈ യുദ്ധത്തിൽ ബൂവറുകൾ വിജയിക്കുകയാണ് ചെയ്തത്. അതിൻ്റെ കൂടെ ഇവർ ട്രാൻസ്വാളിനും സമീപത്തുള്ള പ്രദേശങ്ങളും കൂട്ടിച്ചേർത്ത് ദക്ഷിണാഫ്രിക്കൻ റിപ്പബ്ലിക്ക് ബൂവറുകൾ ഉണ്ടാക്കി. അടുത്ത രണ്ടാം ബൂവർ യുദ്ധമാണ് പറയുന്നത്. സ്വർണ്ണഖനികളിൽ നിന്നുള്ള സമ്പത്തും അവയുടെ നിയന്ത്രണവും സംബന്ധിച്ച തർക്കങ്ങളാണ് രണ്ടാം ബൂവർ യുദ്ധത്തിലേക്ക് നയിച്ചത്. സ്വർണ്ണഖനികളിൽ നിന്നുള്ള സമ്പത്തും അവയുടെ നിയന്ത്രണവും സംബന്ധിച്ച തർക്കങ്ങളാണ് രണ്ടാം ബൂവർ യുദ്ധത്തിലേക്ക് നയിച്ചത്. ബൂവർ ഭരണാധികാരികൾ ഖനികൾക്ക് നികുതി ഏർപ്പെടുത്തി. ഖനികളിലെ ബ്രിട്ടീഷുകാരായ തൊഴിലാളികൾക്ക് ബ്രിട്ടൻ വോട്ടവകാശം ആവശ്യപ്പെട്ടു. ഖനികളിലെ തൊഴിലാളികളായ ബ്രിട്ടീഷുകാർക്ക് വോട്ടവകാശം വേണമെന്ന് ബ്രിട്ടൻ ആവശ്യപ്പെട്ടു. റിപ്പബ്ലിക്കൻ ഭരണാധികാരികൾ ഈ ആവശ്യം നിരസിച്ചതോടെ ദക്ഷിണാഫ്രിക്കയിലെ ഏറ്റവും വിനാശമായ സായുധ പോരാട്ടമായ രണ്ടാം ബൂവർ യുദ്ധം 1902 ആരംഭിച്ചു. രണ്ടാം ബൂവർ യുദ്ധം 1899-1902 ഒന്നാമത്തത് 1880-81 കാലഘട്ടത്തിലായിരുന്നു. ഈ യുദ്ധത്തിൽ ബ്രിട്ടീഷ് സൈന്യം ബൂവർ റിപ്പബ്ലിക്കുകളെ പരാജയപ്പെടുത്തി. ഈ രണ്ടാം ബൂവർ യുദ്ധത്തിൽ ബൂവറന്മാർ തോറ്റു. ബൂവർ റിപ്പബ്ലിക്കുകളെ പരാജയപ്പെട്ടു. ബ്രിട്ടീഷ് സൈന്യം ജയിച്ചു. വെരിനിഗിങ് സന്ധി അനുസരിച്ചാണ് ബൂവറുകൾ ബ്രിട്ടൻ്റെ പരമാധികാരം അംഗീകരിച്ച സന്ധിയാണ് വെരിനിഗിങ് സന്ധി. ബൂവറുകൾ ബ്രിട്ടൻ്റെ പരമാധികാരം അംഗീകരിച്ചു. ബ്രിട്ടൻ്റെ നിയന്ത്രണത്തിലുള്ള സ്വയംഭരണ പ്രദേശം എന്ന നിലയിൽ യൂണിയൻ ഓഫ് സൗത്ത് ആഫ്രിക്ക രൂപീകരിച്ചു. ബ്രിട്ടൻ്റെ നിയന്ത്രണത്തിലുള്ള സ്വയംഭരണ പ്രദേശം എന്ന നിലയിൽ യൂണിയൻ ഓഫ് സൗത്ത് ആഫ്രിക്കയിൽ നടപ്പിലാക്കിയ ഭരണഘടനയനുസരിച്ച് ബ്രിട്ടീഷുകാർക്കും ആഫ്രിക്കക്കാർക്കും ഉയർന്ന പരിഗണന ലഭിച്ചു. കറുത്ത വർഗ്ഗക്കാരുടെ അടിസ്ഥാന അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടു. രണ്ടാം ബൂവർ യുദ്ധത്തിൻ്റെ പിക്ചർ റെപ്രസെൻറ്റേഷനായി ഇത് കൊടുത്തേക്കുന്നത്. അടുത്തത് മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ. അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ പരാമർശിച്ചിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. മറ്റൊരു ഉദ്യോഗസ്ഥൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, വരൂ, നിങ്ങൾ മുന്നിലെ കമ്പാർട്ട്മെൻറ്റിലേക്ക് പോകണം. പക്ഷേ എനിക്ക് 1-ാം ക്ലാസ് ടിക്കറ്റ് ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞു, അതിൽ കാര്യമില്ല, നിങ്ങൾ തീർച്ചയായും ഇതിൻ്റെ മുന്നിലെ കമ്പാർട്ട്മെൻറ്റിലേക്ക് പോകണമെന്ന് ഞാൻ പറയുന്നു. അയാൾ പ്രതികരിച്ചു. ഡർബാനിൽ വെച്ച് ഒരു കമ്പാർട്ട്മെൻറ്റിൽ യാത്ര ചെയ്യാൻ എന്നെ അനുവദിച്ചതാണെന്നും ഇതിൽ തന്നെ എനിക്ക് പോകണമെന്നും ഞാൻ നിങ്ങളോട് പറയുന്നു. സാധ്യമല്ല, നിങ്ങൾക്കതിൽ പോകാനാവില്ല. നിങ്ങൾ ഈ കമ്പാർട്ട്മെൻറ്റിൽ നിന്ന് പോകണം. അല്ലാത്തപക്ഷം നിങ്ങളെ പുറത്തേക്കെറിയാൻ വേണ്ടി എനിക്കൊരു പോലീസ് കോൺസ്റ്റബിളിനെ വിളിക്കേണ്ടി വരും എന്ന് ആ ഉദ്യോഗസ്ഥൻ പറഞ്ഞു. ശരി, നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. ഞാൻ സ്വമേധയാ പുറത്തു പോകാൻ വിസമ്മതിക്കുന്നു. പോലീസുകാരൻ വന്നു. അയാൾ കൈക്കു പിടിച്ച് എന്നെ പുറത്തേക്കു തള്ളി. എൻ്റെ സാധനങ്ങളും പുറത്തേക്കെറിഞ്ഞു. വൈകിട്ടത്തെ തീവണ്ടി വന്നു. അതിൽ എനിക്കായി സംവരണം ചെയ്യപ്പെട്ട ഒരു ബെർത്ത് ഉണ്ടായിരുന്നു. ദർബാനിൽ വെച്ച് ഞാൻ നിരസിച്ച കിടക്കയ്ക്കുള്ള ടിക്കറ്റ് ഇപ്പോൾ മാരിറ്റ്സ്ബർഗിൽ ഞാൻ വാങ്ങി.
ദക്ഷിണാഫ്രിക്കയിൽ നിലനിന്നിരുന്ന സാമൂഹ്യ വ്യവസ്ഥയാണ് ഗാന്ധിജി ഈ ആത്മകഥയിൽ വിവരിക്കുന്നത്. മഹാത്മാഗാന്ധി 1891 ദക്ഷിണാഫ്രിക്കയിൽ എത്തിയത്. 1893 ദക്ഷിണാഫ്രിക്കയിൽ മഹാത്മാഗാന്ധി എത്തിയത്. അപ്രഖ്യാപിത വർണ്ണ വിവേചനത്തിൻ്റെ കാലമായിരുന്നു അത്. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന പത്രത്തിൽ കൊളോണിയൽ ഭരണകൂടം ആഫ്രിക്കക്കാരോട് കാണിക്കുന്ന വിവേചനത്തെപ്പറ്റി ഇപ്രകാരം എഴുതി: ആഫ്രിക്കക്കാർ മാത്രമാണ് ഭൂമിയിലെ ആദിമ നിവാസികൾ. വെള്ളക്കാരാകട്ടെ ആ ഭൂമി ബലപ്രയോഗത്തിലൂടെ കൈവശപ്പെടുത്തുകയും തങ്ങളുടെ അധീനതയിലാക്കുകയും ചെയ്തു. എന്താണ് പറയുന്നത്? ആഫ്രിക്കക്കാർ മാത്രമാണ് ഭൂമിയിലെ ആദിമ നിവാസികൾ. വെള്ളക്കാരാകട്ടെ ആ ഭൂമി ബലപ്രയോഗത്തിലൂടെ കൈവശപ്പെടുത്തുകയും തങ്ങളുടെ അധീനതയിലാക്കുകയും ചെയ്തു. ഇത് ഏതി പറയുന്നത്? ഇന്ത്യൻ ഒപ്പീനിയനകത്ത് പറയുന്നത്. ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജി ആരംഭിച്ച പത്രമാണ് ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന് പറയുന്നത്. രണ്ടാം ഭൂവർ യുദ്ധകാലത്ത് യുദ്ധക്കെടുതികളിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് സഹായമെത്തിക്കുന്ന സന്നദ്ധ പ്രവർത്തകരിൽ അദ്ദേഹവും ഗാന്ധിയും പങ്കെടുത്തു എന്നാണ് പറയുന്നത്. സത്യാഗ്രഹം, നിസ്സഹകരണം, നിയമലംഘനം തുടങ്ങിയ സമരരീതികൾ ഗാന്ധിജി പരീക്ഷിച്ചത് ദക്ഷിണാഫ്രിക്കയിലായിരുന്നു. ഗാന്ധിജിയുടെ രാഷ്ട്രീയ പരീക്ഷണശാല എന്നറിയപ്പെടുന്നത് ദക്ഷിണാഫ്രിക്ക ആണ്. അടുത്ത് നോക്കുക, ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണം. ദക്ഷിണാഫ്രിക്ക ബ്രിട്ടൻ്റെ നിയന്ത്രണത്തിലുള്ള സ്വയംഭരണ പ്രദേശമായതിനു ശേഷം നടന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ വെള്ളക്കാരാൽ നയിക്കപ്പെട്ട ദക്ഷിണാഫ്രിക്കൻ പാർട്ടി അധികാരത്തിലെത്തി. പാർപ്പിടം, ഭരണം, വ്യവസായം തുടങ്ങിയ മേഖലകളിൽ ജനങ്ങളെ ബാധിക്കുന്ന നിയമങ്ങൾ കൊണ്ടുവന്നു. കറുത്തവരും വെളുത്തവരും എന്ന വംശീയ വേർതിരിവ് ശക്തമായി. ജനങ്ങൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യവും വിദ്യാഭ്യാസത്തിനുള്ള അവകാശവും നിഷേധിച്ചു. ഈ നയത്തിന് പ്രതിഷേധിച്ച് ആഫ്രിക്കൻ ജനതയുടെ അവകാശ സംരക്ഷണത്തിനായി രൂപീകരിച്ച സൗത്ത് ആഫ്രിക്കൻ നേറ്റീവ് നാഷണൽ കോൺഗ്രസ് എന്ന സംഘടനയാണ് പിൽക്കാലത്ത് ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് എന്നറിയപ്പെട്ടത്. ജനങ്ങളുടെ അവകാശ സംരക്ഷണത്തിനായിട്ട് രൂപീകരിച്ച സൗത്ത് ആഫ്രിക്കൻ നേറ്റീവ് നാഷണൽ കോൺഗ്രസ് എന്ന സംഘടന പിൽക്കാലത്ത് ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് എന്ന പേരിൽ അറിയപ്പെട്ടു. വിവേചനരഹിത ദക്ഷിണാഫ്രിക്ക പടുത്തുയർത്തുന്നതിന് ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് നേതാക്കൾ പല സമരമാർഗങ്ങളും ആവിഷ്കരിച്ചു. ദക്ഷിണാഫ്രിക്കയിൽ അധികാരത്തിലിരുന്ന വിവിധ ഗവൺമെൻറ്റുകൾ നടപ്പിലാക്കിയ അടിച്ചമർത്തൽ നിയമങ്ങളും അവയുടെ ഫലങ്ങളും എന്തെല്ലാമെന്ന് നോക്കാം. നിയമങ്ങൾ: ഖനിത്തൊഴിൽ നിയമം, ദ മൈൻസ് ആൻഡ് വർക്ക്സ് റെഗുലേഷൻ ആക്ട്. ഫലങ്ങൾ എന്തൊക്കെയായിരുന്നു? വൈദഗ്ധ്യം ആവശ്യമുള്ള തൊഴിലുകൾ വെളുത്ത വർഗ്ഗക്കാർക്ക് മാത്രമായി സംവരണം ചെയ്തു. ഖനിത്തൊഴിൽ നിയമത്തിൽ വൈദഗ്ധ്യം ആവശ്യമുള്ള തൊഴിലുകൾ വെളുത്ത വർഗ്ഗക്കാർക്ക് മാത്രമായി സംവരണം ചെയ്തു. അടുത്ത പ്രാദേശിക ഭൂനിയമം. കറുത്ത വർഗ്ഗക്കാർക്ക് റിസർവുകൾ എന്ന പേരിൽ നീക്കിവെച്ച പ്രത്യേക പ്രദേശങ്ങളിൽ അല്ലാതെ മറ്റൊരിടത്തും നിന്നും ഭൂമി വാങ്ങാൻ അവകാശമില്ല. അതാണ് പ്രാദേശിക ഭൂനിയമം. എന്താണ് പ്രാദേശിക ഭൂനിയമം? കറുത്ത വർഗ്ഗക്കാർക്ക് റിസർവുകൾ എന്ന പേരിൽ കുറച്ച് പ്രദേശങ്ങൾ നീക്കിവെച്ചിരുന്നു. അവിടുന്ന് എന്നല്ലാതെ അവർക്ക് പുറത്തുനിന്ന് ഭൂമി വാങ്ങാൻ അവകാശമില്ലായിരുന്നു. അടുത്ത പ്രാദേശിക നഗര പ്രദേശ നിയമം. കറുത്ത വർഗ്ഗക്കാർക്ക് നഗരങ്ങളിലേക്ക് പ്രവേശിക്കാൻ നിയന്ത്രണം ഏർപ്പെടുത്തി. വോട്ടർമാരുടെ പ്രത്യേക പ്രാതിനിധ്യ നിയമം. കറുത്ത വർഗ്ഗക്കാരെ പൊതു വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തു. എന്തൊക്കെയായിരുന്നു നിയമങ്ങൾ? ഖനിത്തൊഴിൽ നിയമം, പ്രാദേശിക ഭൂനിയമം, പ്രാദേശിക നഗര പ്രദേശ നിയമം, വോട്ടർമാരുടെ പ്രത്യേക പ്രാതിനിധ്യ നിയമം. കറുത്ത വർഗ്ഗക്കാരെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്താണ് വോട്ടർമാരുടെ പ്രത്യേക പ്രാതിനിധ്യ നിയമം വഴി ചെയ്തത്. അടുത്ത പ്രാദേശിക അവർക്ക് കറുത്ത വർഗ്ഗക്കാർക്ക് നഗരങ്ങളിലേക്ക് പ്രവേശിപ്പിക്കാൻ നിയന്ത്രണം ഉള്ളതായിരുന്നു പ്രാദേശിക നഗര പ്രദേശ നിയമം. പ്രാദേശിക ഭൂനിയമം എന്ന് വെച്ചാൽ അവർക്ക് റിസർവ് ചെയ്ത ഭൂമി അല്ലാതെ വേറെ ഭൂമിയൊന്നും വാങ്ങാൻ പറ്റില്ലായിരുന്നു. ഖനിത്തൊഴിൽ നിയമത്തിൽ നിന്ന് ഈ വൈദഗ്ധ്യമായ തൊഴിലൊക്കെ ആവശ്യമുള്ള സ്ഥലങ്ങളിൽ വെളുത്ത വർഗ്ഗക്കാരെ മാത്രം അവർ സംവരണം കൊണ്ടുവന്നു. അടുത്തയാണ് നെൽസൺ മണ്ടേല. 1918 ജൂലൈ 18 ദക്ഷിണാഫ്രിക്കയിലെ ട്രാൻസി പ്രവിശ്യയിലെ തെമ്പു രാജകുടുംബത്തിലാണ് നെൽസൺ മണ്ടേല ജനിച്ചത്. റോലിഹ് ലാഹ്ല എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. എന്തായിരുന്നു പേര്? റോലിഹ്
ലാഹ്ല എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. പിതാവ് മാഡിബ വംശത്തിലെ തലവനായിരുന്ന ഗാഡ്ല ഹെൻറി മണ്ടേലയും മാതാവ് നോസ്കെനി ഫാനിയുമായിരുന്നു. പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം അദ്ദേഹം ദക്ഷിണാഫ്രിക്കൻ ഗോത്ര പാരമ്പര്യം, സംസ്കാരം എന്നിവയിൽ പഠനം നടത്തുകയും പിന്നീട് അഭിഭാഷക ബിരുദം നേടുകയും ചെയ്തു. ലോങ് വാക്ക് ടു ഫ്രീഡം നെൽസൺ മണ്ടേലയുടെ ഓട്ടോബയോഗ്രഫിയാണ്. എൻ്റെ കുടുംബത്തിൽ ആരും ഇതുവരെ സ്കൂളിൽ പോയിട്ടില്ല. സ്കൂളിലെ ആദ്യ ദിവസം എൻ്റെ ടീച്ചർ മിസ് എംഡിൻഗേൽ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരു ഇംഗ്ലീഷ് പേര് നൽകി. എൻ്റെ കുടുംബത്തിൽ ആരും ഇതുവരെ സ്കൂളിൽ പോയിട്ടില്ല. സ്കൂളിലെ ആദ്യ ദിവസം എൻ്റെ ടീച്ചർ മിസ് എംഡിൻഗേൽ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരു ഇംഗ്ലീഷ് പേര് നൽകി. അക്കാലത്ത് ആഫ്രിക്കക്കാരുടെ ഇടയിൽ ഇത് പതിവായിരുന്നു. ഇത് നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ബ്രിട്ടീഷ് പക്ഷപാതിത്വം കാരണമായിരുന്നു. അന്ന് മിസ് എംഡിൻഗേൻ എന്നോട് പറഞ്ഞു, എൻ്റെ പുതിയ പേര് നെൽസൺ എന്നാണ്. എന്തുകൊണ്ടാണ് ഈ പ്രത്യേക പേര് എനിക്കറിയില്ല. ലോങ് വാക്ക് ടു ഫ്രീഡം 1994 ദക്ഷിണാഫ്രിക്കയിലെ ഒരു ആഫ്രിക്കൻ കുട്ടി ആഫ്രിക്കക്കാർക്ക് മാത്രമുള്ള ആശുപത്രിയിൽ ജനിക്കുന്നു. അവൻ വലുതാകുമ്പോൾ ആഫ്രിക്കക്കാരൻ്റെ മാത്രം ജോലി ചെയ്യാനും ആഫ്രിക്കൻ ടൗൺഷിപ്പിൽ മാത്രം ഒരു വീട് വാടകയ്ക്കെടുക്കാനും ആഫ്രിക്കൻ്റെ മാത്രം ട്രെയിനുകളിൽ യാത്ര ചെയ്യാനും നിർബന്ധിക്കപ്പെടുന്നു. രാത്രിയോ പകലോ വ്യത്യാസമില്ലാതെ ഏത് സമയത്തും തടഞ്ഞു നിർത്തി പാസ് ഹാജരാക്കാൻ അവനോട് ഉത്തരവിടുന്നു. അതില്ലാത്ത പക്ഷം അറസ്റ്റ് ചെയ്ത് ജയിലിലെറിയുന്നു. അവൻ്റെ വളർച്ചയെ തളർത്തുകയും അവൻ്റെ കഴിവുകളെ കെടുത്തുകയും അവൻ്റെ ജീവിതത്തെ മുരടിപ്പിക്കുകയും ചെയ്യുന്ന ക്രൂരമായ വംശീയ നിയമങ്ങളും ചട്ടങ്ങളും അവൻ്റെ ജീവിതത്തെ ചുറ്റിയിരിക്കുന്നു. നെൽസൺ മണ്ടേല ലോങ് വാക്ക് ടു ഫ്രീഡത്തിൽ പറയുന്നതാണ്. 1994 ദക്ഷിണാഫ്രിക്കൻ ജനത അഭിമുഖീകരിച്ച ജീവിതാവസ്ഥകളെക്കുറിച്ചാണ് നെൽസൺ മണ്ടേല നടത്തിയ പരാമർശമാണ് ഇത്. വൽക്കരണത്തിൽ നിന്നും വർണ്ണവിവേചനത്തിൽ നിന്നും തദ്ദേശീയ ജനതയെ മോചിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത ബോധ്യപ്പെട്ട നെൽസൺ മണ്ടേല തൻ്റെ നാടിൻ്റെയും ജനങ്ങളുടെയും വിമോചനത്തിനായി അക്ഷീണം പ്രയത്നിച്ചു. നെൽസൺ മണ്ടേല യുവജനങ്ങളെ അണിനിരത്തി ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് യൂത്ത് ലീഗ് എന്ന യുവജന സംഘടന രൂപീകരിക്കുകയും ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിൽ അംഗത്വം എടുക്കുകയും ചെയ്തു. വാൾട്ടർ സിസിലു, ഒലിവർ താംബോ, ഡെസ്മണ്ട് ടുട്ടു തുടങ്ങിയവരായിരുന്നു മണ്ടേലയോടൊപ്പം പ്രവർത്തിച്ച മറ്റ് പ്രധാന നേതാക്കൾ. ആരൊക്കെയായിരുന്നു? വാൾട്ടർ സിസിലു, ഒലിവർ താംബോ, ഡെസ്മണ്ട് ടുട്ടു, ഇവരൊക്കെയാണ് അവർ. ഇനി വർണ്ണവിവേചനം. കറുത്ത വർഗ്ഗക്കാർക്കെതിരെ വംശീയമായും സാമ്പത്തികമായും ഏർപ്പെടുത്തിയ വേർതിരിക്കലിൻ്റെ സാമൂഹിക ക്രമമാണ് വർണ്ണവിവേചനം. ദക്ഷിണാഫ്രിക്കയിലെ ഇതര ജനവിഭാഗങ്ങളിൽ നിന്ന് വെളുത്ത വർഗ്ഗക്കാർക്ക് ഉയർന്ന പരിഗണന ഇതുമൂലം ഉറപ്പാക്കപ്പെട്ടു. 1948 അധികാരത്തിൽ വന്ന നാഷണൽ പാർട്ടി വേർതിരിവും വിവേചനവും നിയമം മൂലം നടപ്പിലാക്കിക്കൊണ്ട് വർണ്ണവിവേചനം നിയമാനുസൃതമാക്കി. വർണ്ണവിവേചനം നടപ്പിലാക്കുന്നതിനു വേണ്ടി രൂപീകരിച്ച നയങ്ങളിൽ പ്രധാനപ്പെട്ടവയാണ് ചുവടെ ചേർത്തിരിക്കുന്നത്. എന്തൊക്കെയാണ്? പാസ് നിയമം, ഗ്രൂപ്പ് ഏരിയ നിയമം, ജനസംഖ്യാ രജിസ്ട്രേഷൻ നിയമം, ബൻറ്റു അധികാര നിയമം, പ്രത്യേക സൗകര്യ സംവരണ നിയമം, ബൻറ്റു വിദ്യാഭ്യാസ നിയമം. ഓരോന്ന് നോക്കാം. പാസ് നിയമം അഥവാ നേറ്റീവ് പാസ് ലോ ആക്ട്. കറുത്ത വർഗ്ഗക്കാർക്ക് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് സഞ്ചരിക്കാൻ പ്രത്യേക അനുമതി പത്രങ്ങൾ അഥവാ പാസസ് ആവശ്യമായിരുന്നു. അതാണ് പാസ് നിയമം എന്ന് പറയുന്നത്. അടുത്ത ഗ്രൂപ്പ് ഏരിയ നിയമം, ഗ്രൂപ്പ് ഏരിയാസ് ആൻഡ് സെഗ്രിഗേഷൻ ആക്ട്. വംശത്തെ അടിസ്ഥാനമാക്കി ആളുകളെ പ്രത്യേക പ്രദേശങ്ങളിലാക്കി മാറ്റി. ഈ വ്യവസ്ഥ മഹാവർണ്ണ വിവേചനം, ഗ്രേറ്റ് അപ്പാർത്തൈഡ് എന്നറിയപ്പെട്ടു. അടുത്ത ജനസംഖ്യാ രജിസ്ട്രേഷൻ നിയമം. 18 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും അവരുടെ വംശത്തെ വ്യക്തമാക്കുന്ന തിരിച്ചറിയൽ കാർഡ് നിർബന്ധമാക്കി. അടുത്ത ബെൻറ്റു അധികാര നിയമം, ഹോംലാൻഡ് സിസ്റ്റം, ബെൻറ്റു അതോറിറ്റീസ് ആക്ട്. കറുത്തവർ പ്രത്യേക സ്വയംഭരണ പ്രദേശങ്ങളിലെ പൗരരായി മാറുകയും അവർക്ക് ദക്ഷിണാഫ്രിക്കൻ പൗരത്വം നൽകുകയും ചെയ്തു. പ്രത്യേക സൗകര്യ സംവരണ നിയമം. മൈതാനങ്ങൾ, ബീച്ചുകൾ, ബസ്, ആശുപത്രി, സ്കൂളുകൾ, പാർക്ക് തുടങ്ങിയ ഇടങ്ങളിൽ സൂചനാ ഫലകങ്ങൾ സ്ഥാപിച്ചു. അടുത്ത ബെൻറ്റു വിദ്യാഭ്യാസ നിയമം. കറുത്ത വർഗ്ഗക്കാർക്ക് പരമ്പരാഗത രീതിയിലുള്ള വിദ്യാഭ്യാസത്തിന് മാത്രം അവകാശം നൽകി.
ഇതൊക്കെയാണ് വർണ്ണവിവേചനം നടപ്പാക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച നിയമങ്ങൾ പ്രധാനപ്പെട്ടവയായിരുന്നു. ഏതൊക്കെ? പാസ് നിയമം, ഗ്രൂപ്പ് ഏരിയ നിയമം, ജനസംഖ്യാ രജിസ്ട്രേഷൻ നിയമം, ബെൻഡു അധികാര നിയമം, പ്രത്യേക സൗകര്യ സംവരണ നിയമം, ബെൻഡു വിദ്യാഭ്യാസ നിയമം. പ്രത്യേക സൗകര്യ സംവരണ നിയമവുമായി ബന്ധപ്പെട്ട് ദക്ഷിണാഫ്രിക്കയിൽ സ്ഥാപിക്കപ്പെട്ട ചില മുന്നറിയിപ്പ് ബോർഡുകൾ നോക്കൂ. വെള്ളക്കാരല്ലാത്ത പുരുഷന്മാർക്ക് മാത്രം പ്രവേശനം. വെള്ളക്കാരല്ലാത്ത പുരുഷന്മാർക്ക് മാത്രം പ്രവേശനം. യൂറോപ്യൻ കുട്ടികൾക്ക് മാത്രമുള്ള കളിസ്ഥലം. വെളുത്ത വർഗക്കാർക്ക് മാത്രം പ്രവേശനം. ഈ പൊതുസ്ഥലവും സൗകര്യങ്ങളും വെളുത്ത വർഗക്കാർക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുന്നു. മുന്നറിയിപ്പ്: തദ്ദേശീയരെ സൂക്ഷിക്കുക. ഡർബൻ തീര നിയമം സെക്ഷൻ 37 പ്രകാരം ഡർബൻ കടൽത്തീരം വെളുത്ത വർഗക്കാർക്ക് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇതൊക്കെയായിരുന്നു മുന്നറിയിപ്പ് ബോർഡുകൾ. കറുത്ത വർഗക്കാർ സ്വന്തം നാട്ടിൽ അനുഭവിക്കേണ്ടി വന്ന മനുഷ്യാവകാശ ലംഘനങ്ങളുടെ തീവ്രമായ ഈ മുന്നറിയിപ്പ് അവർ അനുഭവിക്കേണ്ടി വന്ന മനുഷ്യാവകാശ ലംഘനമാണ് ഈ മുന്നറിയിപ്പിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്. ഇത്തരം മനുഷ്യത്വരഹിതമായ നിയമങ്ങൾ നടപ്പിലാക്കിയതോടെ ദക്ഷിണാഫ്രിക്കയുടെ ഉടമകളായിരുന്ന ജനങ്ങൾ വോട്ടവകാശമില്ലാത്തവരും ഭരണാവകാശവും വിദ്യാഭ്യാസ അവകാശവും നിഷേധിക്കപ്പെട്ടവരുമായി തീർന്നു. അടുത്ത ദക്ഷിണാഫ്രിക്കൻ സ്വാതന്ത്ര്യ സമരം. കോളനിവൽക്കരണവും വർണ്ണവിവേചനവും ദക്ഷിണാഫ്രിക്കയിലെ ജനജീവിതത്തെ പ്രതികൂലമായി ബാധിച്ചു. ദക്ഷിണാഫ്രിക്കയിലെ കറുത്ത വർഗക്കാർ രാഷ്ട്രീയമായും സാമ്പത്തികമായും സാംസ്കാരികമായും തകർച്ച നേരിട്ടു. ദേശീയ സമ്പദ്വ്യവസ്ഥ ദ്രുതഗതിയിൽ വളർന്നെങ്കിലും തദ്ദേശീയ ജനത അടിസ്ഥാന ആവശ്യങ്ങൾക്ക് പോലും ബുദ്ധിമുട്ടി. കോളനിവൽക്കരണവും വർണ്ണവിവേചനവും ദക്ഷിണാഫ്രിക്കയിലെ ജനജീവിതത്തെ പ്രതികൂലമായിട്ടാണ് ബാധിച്ചത്. ദക്ഷിണാഫ്രിക്കയിലെ കറുത്ത വർഗക്കാർ രാഷ്ട്രീയമായും സാമ്പത്തികമായും സാംസ്കാരികപരമായും വിദ്യാഭ്യാസപരമായും ഒക്കെ തകർച്ച നേരിടേണ്ടി വന്നു അവർക്ക്. ദേശീയ സമ്പദ്വ്യവസ്ഥയിൽ ദ്രുതഗതിയിൽ വളർന്നെങ്കിലും പക്ഷേ അവരുടെ ഇടയിൽ, തദ്ദേശീയരായ ജനതകൾക്കിടയിൽ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് പോലും അവർ ബുദ്ധിമുട്ടി. ഇത്തരം വിവേചനങ്ങൾക്കും അടിച്ചമർത്തലുകൾക്കുമെതിരെ ദക്ഷിണാഫ്രിക്കൻ ജനത നടത്തിയ ചില പ്രധാന സമരങ്ങൾ ഏതെല്ലാമെന്ന് നോക്കാം. നെൽസൺ മണ്ടേലയുടെ നേതൃത്വത്തിൽ ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് കറുത്ത വർഗക്കാരുടെ മോചനത്തിനായി രാജ്യവ്യാപകമായ പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചു. ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ്. നെൽസൺ മണ്ടേലയുടെ നേതൃത്വത്തിലുള്ള ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് രാജ്യവ്യാപകമായിട്ട് കറുത്ത വർഗക്കാരുടെ മോചനത്തിനായിട്ട് പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചു. ആദ്യകാല പ്രക്ഷോഭങ്ങൾ തികച്ചും സമാധാനപരമായ നിയമലംഘന സമരം മാത്രമായിരുന്നു. പിന്നീട് ഇന്ത്യൻ കോൺഗ്രസിൻ്റെയും ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിൻ്റെയും ആഹ്വാനമനുസരിച്ച് ദക്ഷിണാഫ്രിക്കൻ ഇന്ത്യൻ കോൺഗ്രസിൻ്റെയും ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിൻ്റെയും ആഹ്വാനമനുസരിച്ച് ഫാക്ടറി തൊഴിലാളികൾ, ഓഫീസ് ജീവനക്കാർ, അധ്യാപകർ, വിദ്യാർത്ഥികൾ തുടങ്ങി വിവിധ വിഭാഗം ജനങ്ങൾ സമരങ്ങളിൽ ഒത്തുചേർന്നു. പാസ് നിയമങ്ങൾ, നിരോധനാജ്ഞ എന്നിവയെ ചോദ്യം ചെയ്ത് പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് തടവിലാക്കി. 1956 രാജ്യദ്രോഹ കുറ്റം ചുമത്തി നെൽസൺ മണ്ടേലയെ വീണ്ടും അറസ്റ്റ് ചെയ്തു. നീണ്ട കാലത്തെ വിചാരണകൾക്കു ശേഷം അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കി. 1956 രാജ്യദ്രോഹ കുറ്റം ചുമത്തിയാണ് നെൽസൺ മണ്ടേലയെ അറസ്റ്റ് ചെയ്തത്. ഇനി എന്താണ് ആഫ്രിക്കൻ വർഷം എന്താണെന്ന് നോക്കാം. ആഫ്രിക്കൻ രാജ്യങ്ങളുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട വർഷമാണ് 1960 എന്ന് പറയുന്നത്. 1960 17 ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ഈ വർഷത്തിന് ദക്ഷിണാഫ്രിക്കയുടെ ചരിത്രത്തിലും വളരെ പ്രാധാന്യമുണ്ട്. പാസ് നിയമങ്ങൾക്കെതിരെയുള്ള ഷാർപ്പ്വിൽ എന്ന സ്ഥലത്ത് സമരം ചെയ്ത ആൾക്കാരെ കൂട്ടക്കൊല ചെയ്തതും ദക്ഷിണാഫ്രിക്കൻ ഗവൺമെന്റിനെതിരായ സായുധ കലാപം ആരംഭിച്ചതും 1960 അടുത്ത എന്താണ് റോബൻ ദ്വീപ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ആൻഡമാൻ ദ്വീപിലെ സെല്ലുലാർ കാലാപ്പനി ജയിലിനുള്ള പ്രാധാന്യമാണ് ദക്ഷിണാഫ്രിക്കൻ ചരിത്രത്തിൽ റോബൻ ദ്വീപിനുള്ളത്. അറസ്റ്റിലാക്കുന്ന ആഫ്രിക്കൻ ജനനേതാക്കളെ നാടുകടത്താനായി ഉപയോഗിച്ചിരുന്ന ദ്വീപാണിത്. 18 വർഷം നെൽസൺ മണ്ടേല തടവിൽ കഴിഞ്ഞത് ഇവിടെയാണ്. വോട്ടവകാശം, വർണ്ണവിവേചനം ഇല്ലാത്ത ഭരണഘടന, പാസ് നിയമങ്ങൾ പിൻവലിക്കൽ എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് വീട്ടിലിരിപ്പ് സ്റ്റേ അറ്റ് ഹോം എന്ന പുതിയ സമരരീതി സംഘടിപ്പിക്കപ്പെട്ടു. ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസും ദക്ഷിണാഫ്രിക്കൻ
ഇന്ത്യൻ കോൺഗ്രസുമാണ് ഈ സമരത്തിന് നേതൃത്വം നൽകിയത്. വീട്ടിലിരിപ്പ് എന്ന പുതിയ സമരരീതിക്ക് സംഘടിപ്പിച്ച് അതിന് നേതൃത്വം നൽകിയത് ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസും ദക്ഷിണാഫ്രിക്കൻ ഇന്ത്യൻ കോൺഗ്രസുമാണ് നേതൃത്വം നൽകിയത്. തദ്ദേശീയരും ഇന്ത്യക്കാരുമായ തൊഴിലാളികൾ ഈ സമരത്തിൽ പങ്കെടുത്തു. രാജ്യത്തെ ഫാക്ടറികൾ, തുണിമില്ലുകൾ, വിദ്യാലയങ്ങൾ ഇവയെല്ലാം അടച്ചു കിടന്നു. ഈ പണിമുടക്ക് വർണ്ണവിവേചന വിരുദ്ധ പ്രസ്ഥാനത്തിന്റെ ഐക്യവും ശക്തിയും വെളിപ്പെടുത്തി. ദക്ഷിണാഫ്രിക്കൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ സുപ്രധാന സമരമായിരുന്നു വീട്ടിലിരിപ്പ് സമരം എന്ന് പറയുന്നത്. സമാധാനപരമായ സമരങ്ങൾക്ക് ഫലം കാണാത്തതിനെ തുടർന്ന് നെൽസൺ മണ്ടേല സായുധ കലാപങ്ങൾക്ക് ആഹ്വാനം ചെയ്തു. 1964 അട്ടിമറി, രാജ്യദ്രോഹം, ഗൂഢാലോചന എന്നീ കുറ്റങ്ങൾ ആരംഭിച്ച് നെൽസൺ മണ്ടേലയ്ക്ക് ജീവപര്യന്തം തടവ് വിധിച്ചു. 1964 റോബൻ ദ്വീപിലും പോൾസ്മൂർ ജയിലിലുമായി തുടർച്ചയായി 26 വർഷം കഠിനമായ ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്ന ആളാണ് നമ്മുടെ നെൽസൺ മണ്ടേല എന്ന് പറയുന്നത്. ലോകരാഷ്ട്രങ്ങൾ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തി. ഐക്യരാഷ്ട്ര സംഘടന മനുഷ്യത്വത്തിനെതിരെയുള്ള കുറ്റമാണ് വർണ്ണവിവേചനം എന്ന് പ്രമേയം പാസാക്കി. ഐക്യരാഷ്ട്ര സംഘടന മനുഷ്യത്വത്തിനെതിരെയുള്ള കുറ്റമാണ് വർണ്ണവിവേചനം എന്ന പ്രമേയം പാസാക്കി. ഇതോടെ നാട്ടിലാകെ കലാപങ്ങൾ പടർന്നു. ജനങ്ങളുടെ പ്രതിഷേധം അടിച്ചമർത്താൻ ഗവൺമെന്റ് 1984 അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. 1984 തുടർന്നുണ്ടായ സംഘർഷങ്ങളിൽ ധാരാളം കറുത്തവർഗക്കാർ കൊല്ലപ്പെട്ടു. പ്രക്ഷോഭങ്ങൾ അനിയന്ത്രിതമായപ്പോൾ വർണ്ണവിവേചനം നിർത്തലാക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. രാഷ്ട്രീയ തടവുകാരെ വിട്ടയക്കാനും രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ടായിരുന്ന നിരോധനം നീക്കുകയും ചെയ്തു. 1990 ഫെബ്രുവരി 11 നെൽസൺ മണ്ടേല ജയിൽ മോചിതനായി എന്നാണ്. 1990 ഫെബ്രുവരി 11. 1991 വർണ്ണവിവേചന നയം പിൻവലിക്കപ്പെട്ടു. 1994 നടന്ന ആദ്യത്തെ ജനകീയ തെരഞ്ഞെടുപ്പിൽ ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് ഭൂരിപക്ഷം നേടുകയും നെൽസൺ മണ്ടേല സ്വതന്ത്ര ജനാധിപത്യ ദക്ഷിണാഫ്രിക്കയുടെ ആദ്യത്തെ കറുത്തവർഗക്കാരനായ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. 1991 വർണ്ണവിവേചന നയം പിൻവലിച്ചു. 1994 നടന്ന ആദ്യ ജനകീയ തെരഞ്ഞെടുപ്പിൽ ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് ഭൂരിപക്ഷം നേടുകയും നെൽസൺ മണ്ടേല സ്വതന്ത്ര ജനാധിപത്യ ദക്ഷിണാഫ്രിക്കയുടെ ആദ്യത്തെ കറുത്തവർഗക്കാരനായ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. പ്രസിഡന്റായി സ്ഥാനമേറ്റ നെൽസൺ മണ്ടേല ആദ്യം നടത്തിയ പ്രസംഗമാണ് നോക്കാം. ഞങ്ങൾ ദക്ഷിണാഫ്രിക്കയിലെ ജനങ്ങൾ നമ്മുടെ രാജ്യത്തിനും ലോകത്തിനും അറിയാൻ പ്രഖ്യാപിക്കുന്നു. ദക്ഷിണാഫ്രിക്ക ഈ രാജ്യത്ത് വസിക്കുന്ന കറുപ്പും വെളുപ്പുമുള്ള എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. ഇവിടെ ജനങ്ങളുടെ ഇച്ഛയെ അടിസ്ഥാനമാക്കിയുള്ളതല്ലാതെ ഒരു ഗവൺമെന്റിനും ന്യായമായി അധികാരം അവകാശപ്പെടാനാവില്ല. 1994 സ്വതന്ത്ര ചാർട്ടറിന്റെ പ്രാരംഭ വാക്കുകളാണ് ഇത്. ഈ പ്രസംഗത്തിലൂടെ ആഫ്രിക്കക്കാർ ഒറ്റ ജനതയായി നിൽക്കേണ്ടതിൻ്റെ പ്രാധാന്യം നെൽസൺ മണ്ടേല ഓർമ്മിപ്പിക്കുന്നു. ഒരേ പ്രദേശത്ത് വ്യത്യസ്ത വംശങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്ന വർത്തമാനകാലത്ത് നെൽസൺ മണ്ടേല ഉയർത്തിപ്പിടിച്ച സഹവർത്തിത്വ നിലപാട് ലോകരാഷ്ട്രങ്ങൾക്കെല്ലാം മാതൃകയാണ്. ഇതാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. താങ്ക് യു.